ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡിവിഷൻ പുഷ്, റാങ്ക് പുഷ് അല്ലട്ടോ, ഡിവിഷൻ പുഷ് ആണ്. അപ്പോൾ നമ്മൾ ഡിവിഷൻ 5 തന്നെയാണ്. നമ്മൾ ഡിവിഷൻ 5ൽ 4 കളിയിൽ കളിച്ചു. 4 കളിയിൽ 5 പോയിൻറ്റ്. അപ്പോൾ 12 പോയിൻ്റ് എടുക്കണം നമുക്ക്. നമ്മൾ അതെടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പിന്നെ ഡിവിഷൻ 3 എത്തിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര പണി തന്നെയാണ് എനിക്കറിയാം. ഞാൻ ഇന്നലെ ഡിവിഷൻ 6 എത്തിയതിന് ശേഷം നമ്മൾ പൊട്ടീനു ഗൈസ്. നമ്മൾ കുറേ പൊട്ടി ഡിവിഷൻ 6 എത്തിയിരുന്നു. ഡിവിഷൻ 6 എത്തിയതിൻ്റെ ശേഷം എനിക്ക് ഒരു ഹരം പോയി. പിന്നെ ഞാൻ ഇന്നലെ ആയിട്ടാണ് ഞാൻ കളിക്കാൻ തുടങ്ങിയത് ഡിവിഷൻ 6 എത്തിയതിൻ്റെ ശേഷം. അപ്പോൾ ഇന്നലെ കളിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിവിഷൻ 6ൽ ഞാൻ ഡിവിഷൻ 5 എത്തിച്ചതാണ്. ഇനി നമ്മൾ ഡിവിഷൻ 2 നമ്മൾ എത്തിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. എത്തിച്ചെടുക്കും ഗൈസ്. നമ്മളെ വാശിയിലാണ് നമ്മൾ വന്നിരിക്കുന്നതും. അപ്പം ഇതൊക്കെ നമുക്ക് കളിയിലോട്ട് പോകണം ഗൈസ്. എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇനിയായിട്ടുള്ള എല്ലാ വീഡിയോയിലും ഉണ്ടാകുന്നതാണ് ഈ കാര്യം. ഞാൻ എല്ലാ വീഡിയോയിലും പുതിയതായിട്ട് അറിയിക്കുന്നതുമാണ്. വേറൊന്നുമല്ല, നമുക്ക് ഇനി നമുക്ക് ഇനി വെറും ഒരു 20 അല്ലെങ്കിൽ 25 ആക്കി കൂട്ടാം. 25 ലൈക്ക് ഈ ഒരു വീഡിയോക്ക് 25 ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഏത് ടാസ്ക്കാണോ ചെയ്യണേ അത് ഞാൻ ചെയ്യും. ഏത് ടാസ്ക്കാണോ ഇടുന്നത് അത് ഞാൻ ചെയ്യും. കമൻറ്റിൽ ഇട്ടാൽ മതി. ആ കമൻറ്റ് ഞാൻ കുറേ കമൻറ്റ് വരുമല്ലോ. അപ്പോൾ 25 ലൈക്കായാലും കുറേ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് എനിക്കറിയാം. ആ കമൻറ്റ് ഞാൻ അതിലേതെങ്കിലും കമൻറ്റ് സ്പിൻ ചെയ്യും. എന്നിട്ട് സ്പിന്നൊക്കെ നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ സ്പിൻ ചെയ്തിട്ട് കിട്ടണ കമൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ സ്പിൻ ചെയ്തിട്ട് കിട്ടും ഒരു കമൻറ്റ്. ആ കമൻറ്റ് ഞാൻ ആ കമൻറ്റ് ഇട്ട ആളെ പേര് നോക്കിയിട്ട് അയാളിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നോക്കും. അപ്പോൾ എൻ്റെ ചാനൽ അയാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ. നമ്മൾ ആ കമൻറ്റ് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണമല്ല. അയാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അയാൾ പറയണ ടാസ്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ ടാസ്ക് അന്വേഷിച്ച് പോകും. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടോ നോക്കാൻ റൗളിൻ്റെ കറക്കാം. ഭാഗ്യമില്ല എന്ന് റൗള് ഈ കൊണാമി നമ്മളോട് പറയാണ്. 200 കോയിൻ കൂടി മതി ഗൈസ്. 250 കോയിനും കൂടി മതി നമ്മൾ ഇവനെടുക്കാൻ. ഇവനൊക്കെ എടുക്കണം നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഡിവിഷൻ 5 എത്തിയത് കണ്ടല്ലോ അല്ലേ. ഡിവിഷൻ 5 നമ്മൾ 4 കളി 5 പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോണ കളി കഴിഞ്ഞ് വരുമ്പോൾ അത് 8 പോയിൻറ്റിലാക്കണം. ഒരു 3 കളി, ഇനി ഒരു 3 കളിയിൽ നമ്മൾ ഡിവിഷൻ 4 എത്തിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. കാരണം 5 കളിയിൽ നമുക്ക് 8 പോയിൻറ്റ്, 6 കളിയിൽ 11 പോയിൻറ്റ്. പിന്നത്തെ കളി തോൽക്കാൻ എന്നാൽ മതി, ഉറപ്പായിട്ടും വരും. അപ്പോൾ 2 കളി ഒന്ന് അടുപ്പിച്ച് ജയിക്കാനുള്ള ട്രയലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാം. ഇനി ആൾ വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഗൈസ്. നമുക്ക് സ്ട്രിപ്സ് ചേഞ്ച് ചെയ്യാറില്ലേ. നമ്മളെ സ്ട്രിപ്സ് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഉദ്ദേശിക്കണേ തോന്നുന്നത് നമ്മളെ ജേഴ്സിയാണ്. അങ്ങനത്തെ സ്ട്രിപ്സ്
യൂസർ ഇൻ മാച്ച് ഗൈസ്. സ്ട്രിപ്സ് പറഞ്ഞാൽ നമ്മളെ ചേച്ചി എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയണ്ടാവുമെന്ന്. ഞാൻ ആട് വരണ്ട ഗൈസ്. നീ ഫോനെ വെയിറ്റ് ചെയ്യണ്ടേ? ഇപ്പം വരും ഗൈസ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആൾ വരും ഗൈസ്. ആളെത്തിയിട്ടുണ്ട്. നമ്മൾ ടൈമിങ് വരുന്നുണ്ട്. നമ്മളോട് ആരൊക്കെ കളി നമ്മളോട് ഗൈസ്. എന്തിപ്പോൾ ഇത് വരാത്തത്? ചെക്കൻ പോയാ പോകണ്ട. ഓണോട്ട് കാണിച്ചു കൂടെ. ഇപ്പോൾ വരാൻ ടൈം എടുക്കും ഗൈസ്. നേരം വരുമല്ലേ നമുക്ക് എന്തായാലും കണ്ടറിയാം. വരണമെങ്കിലും വരാനും സാധ്യത കുറവാട്ടോ ഗൈസ്. നമുക്ക് കുറച്ച് ലാഗ് ആയിട്ടുണ്ട് കേട്ടോ. ചെക്കൻ നമ്മൾ എന്താ അറിയില്ല, അറിയാതെ കൈയ്യടി പോയതാട്ടോ. സോറി, ഇറ്റ്സ് മൈ പ്രോപ്സ്. സോറി കേട്ടോ. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ 4-1 വിജയത്തിലാണ് ഗൈസ്. ഇനി മുണങ്ങാൻ സാധ്യത ഉണ്ടല്ലോ. ഫസ്റ്റ് ഇപ്പം നേരെ മുണങ്ങിയതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും എങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് എങ്ങനെ പോയതാണ്. സോറി ഗൈസ്, മൈ പ്രോപ്സ്, ഇറ്റ്സ് മൈ ഫാൾട്ട്. അങ്ങനെ പറയാം. ആടാ ഗോൾ അടിക്കല്ലേ. അവിടെ ലാസ്റ്റ് മിനിറ്റിലാണ് ഇങ്ങനെ കംബാക്ക് കൊണ്ടിരുന്ന പറഞ്ഞാൽ ഞാൻ കരയോ. എന്ത് കളിയാടോ അവൻ കളിച്ചണേ. ഇത് ഇവിടുത്തെ ന്യായമാണ്. കയ്യണമാതിരി ജയിക്കാൻ നോക്കുന്നുണ്ട്. അവന് കയ്യണമാതിരി കംബാക്ക് നടത്താനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങോട്ട് നടക്കണുണ്ടു. 2 എണ്ണം അടുപ്പിച്ചടിച്ചു. 2 എണ്ണം കൂടി അടിച്ച സമനിലായി. കളി കൈക്കന്ന് പോയി. വലിയ കംബാക്ക് തന്നെ നമ്മൾ കണ്ടേ വെച്ച് ബെസ്റ്റ് കംബാക്ക് തന്നെ നമ്മൾ കാണേണ്ടി വരും. ഈ നമ്മൾ ചാനലിൽ കാണേണ്ടി വരും. അത് വരുത്താക്കാനുള്ള എല്ലാതും ഞാൻ ട്രൈ ചെയ്യും. അതിൻ്റെ വാക്കാ ഗൈസ്. 86 മിനിറ്റായി. 86 മിനിറ്റിൽ ഇനി ഒരു 2 ഗോളും കൂടി ഇട്ടാൽ എൻ്റെ അറക്കുവന് ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഇനി 2 ഗോൾ ഇട്ടാൽ, 2 അല്ല 1 ഗോൾ ഇട്ടാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഇപ്പം നല്ല പ്ലെയറാണ്, സീനാണ്, കളിച്ചാൽ നല്ല അറിയുന്ന പ്ലെയറാണ്. ഞാൻ സമ്മതിച്ചു കൊടുക്കും. എൻ്റെ വാക്ക് ഒരേ ഒരു ഗോൾ ഇട്ടാൽ മതി. ബാരിസ്റ്റൂട്ട് അടി കുഴപ്പമില്ല. 2 മിനിറ്റാണ് കാഴ്ച ആഡ് ഓൺ ടൈം വന്നിട്ടുള്ളത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എല്ലാവരുടെയും ഒരു ക്രോസ് എടുത്താൽ കുഴപ്പമില്ല, അടിച്ചു. ഞാൻ പറഞ്ഞു സമ്മതിച്ചെടുക്കും ഒരു ഗോൾ അടിച്ചെന്ന്. അടിച്ചിട്ടില്ല ഗൈസ്. ഇനിയുമുണ്ട് 4 കളി. അതിൽ ഒരു കളിയും കൂടി ജയിച്ചാൽ നമ്മൾ എവിടെ എത്തുന്ന അറിയോ? ഡിവിഷൻ 4. പിന്നെ നാളെ ആവും വ്ലോഗ് വരിക. മാർച്ച് 2-ന് ഇത് പോകട്ടോ. മാർച്ച് 2 പറഞ്ഞാൽ എന്താ അറിയോ? ഈ വ്യാഴ്ച കഴിഞ്ഞിട്ടുള്ള വ്യാഴ്ച ഇത് റീഫ്രഷ് ആവും. എനിക്ക് തോന്നുന്നു വലിയൊരു അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ വരാൻ പോകുന്നതാണ് തോന്നുന്നു കേട്ടോ. ഇക്കളി ജയിച്ചാൽ ഗൈസ് ഐ ആം ഇൻ ഡിവിഷൻ 4. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 കളി ജയിക്കണം. 5 കളി ഞാൻ കുറച്ചൊക്കെ ഇപ്പോൾ കളിക്കും. പിന്നത്തേക്ക് മാറ്റി വെക്കും എന്നൊക്കെ പറയണമാതിരി തന്നെ മാറ്റി വെക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ആളെ കണ്ടിട്ട് കാണാം ഗൈസ്. ആൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകണോ അതോ ഫീൽഡ് കണക്ട് ചെയ്ത് ഓപ്പണൻ്റ് ആവുമോ? ഗൈസ് ആൾ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇൻ്റർനാഷണൽ ഇത് പൊട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഡിവിഷൻ 3-ലാണ് 3 ബാഡ്ജ്. അതെനിക്ക് വിഷയമല്ല. ചേന സ്ട്രെങ്ത് കണ്ടപ്പോഴാണ് ഞാൻ നെറ്റിയത്. 3216 ലോകത്തോർ 1000 ഒക്കെ ഉണ്ട്. എന്തായാലും പോകുമ്പോൾ നോക്കി ആൾക്കാരെ ഇറക്കിയിട്ട് ഞാൻ സ്ക്വാഡ് കാണിച്ചു തരാം. വല്ലാത്ത സ്ക്വാഡ് തന്നെയാണ് ഗൈസ്. പെട്ടക്കാൻ വന്ന സാധനമാണ്. ഭയങ്കര കളിയാവും. ബാറ്റിസ്റ്റൂട്ടൊക്കെ ഇപ്പോൾ ഫോമിലായതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇതൊന്ന് നോക്കി നിങ്ങൾ. ഈ ടീമിലാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അവൻ്റെ കീപ്പർ കസിയാസാണ്. കസിയാസിൻ്റെ പോസ്റ്റൊക്കെ എന്ത് ചെയ്യാനാണ്? ബെർബറ്റോ, നെയ്മർ, റീകാർഡും ഉണ്ട് ഗൈസ്. പിർലോ 106 പിർലോ എനിക്കതിന് വേണമെന്ന് നല്ല ഉണ്ടായിരുന്നു ഗൈസ്. അതിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബെക്കാമിൻ്റെ പൊസിഷനിൽ നിന്നേനു ആവശ്യമുണ്ട് ഗൈസ്. സോള, മത്താവൂസ്, ഡാനിയോൽമോ. ഇതിലത്തെ മെയിൻ 3 ആൾക്കാർ പറഞ്ഞാൽ മെയിൻ 4 ആൾക്കാരാണ്. സോള, മത്താവൂസ്, പിർലോ, കസിയാസ്. പിന്നെ സ്റ്റോയിക്കോവിച്ച്, മക്കലേല, ഇൻസാഗി. പിന്നെ അങ്ങനത്തെ ഫ്രീ കാർഡ്സൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും റെഡിയാക്കാം. എന്തായാലും കളിയിലോട്ട് പോകാം ഗൈസ്. ചെക്കൻ ലീവ് അടിച്ച് വേണ്ടിയിട്ട് എന്താ പറ്റിയും കയറിയില്ല. ഞാൻ ഒരാളെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് എന്തായാലും പോയി. അപ്പോൾ ചെക്കൻ ലീവ് അടിച്ച് പോയി ഗൈസ്. നമ്മൾ ഡിവിഷൻ 4-ലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഡിവിഷൻ 4-ലോട്ട് നമ്മൾ സുഖമായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അതൊക്കെ നമുക്കുള്ള ഉള്ളൂ. നമ്മൾ പറഞ്ഞതാണല്ലോ. നമ്മൾ ഡിവിഷൻ 4ക്ക് ഇതോ നമ്മൾ കയറി ഡിവിഷൻ 4-ലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിവിഷൻ 3 എത്തിക്കും.
അത് ചിലപ്പോൾ ഡിവിഷൻ 3 എത്തിയത് അതിൻ്റെ വീഡിയോ ഉണ്ടാകുന്നില്ല. ഞാൻ ഇപ്പോൾ കളിക്കുന്നു കുറച്ച് കളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത് നമ്മൾ പോവാണ്. ടാറ്റാ.